ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ടൈം പുലർച്ചെ 4:30 ഇന്നിൻ്റെ ചേച്ചിമാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഞാനും അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ് അവരെ കാണാൻ. ഞാൻ കുറച്ച് നാളായി അവരെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പൊ നമ്മളെത്തി, അവരുള്ളിലുണ്ട്, ഇപ്പൊ വരും. അപ്പൊ നമുക്ക് കാണാം. അവരെത്തി ഗായ്സ്. ഇവർക്ക് എന്തൊരു സന്തോഷമില്ലാത്ത എന്നെ കണ്ടിട്ട്. എന്താ എന്നെ കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്? ഞങ്ങൾ ഉറക്കത്തിന് ചാടി അണിച്ചിട്ടാണ് വന്നത്. അച്ഛൻ വിളിക്കാം, അവള് വിളിക്കാം, എല്ലാരും ഇത് കാണിക്കണം. പിന്നെ നമുക്ക് പോയിട്ട് ചായ കുടിക്കാൻ. ഞങ്ങളിപ്പോ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാണ്. വീട് എത്താറായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ചായ കുടിക്കാൻ പൂതിയായത്. നമുക്ക് ചായ കുടിക്കാം. ഇതാണ് എന്റെ ചേച്ചിമാർ. നമ്മളിപ്പോ സജിച്ചേട്ടന്റെ ചായക്കടയിലാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? കടമന്ദരല്ല, ഇതേതാണ്? നമ്മള് മറ്റല്ലേ ഇത്? കറക്റ്റ് മച്ചം ആണ് ഗൈസ്. അപ്പൊ എല്ലാരും വന്ന് കാണണം. എന്റെ ഈ വ്ളോഗ് കാണണോ, വന്നിട്ട് ചായ കുടിക്കണം. എന്റെ വ്ളോഗ് കാണുന്നവരൊക്കെ വരണം കേട്ടോ. 10% ഡിസ്കൗണ്ട്. എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. എക്സ്പ്രഷൻ ഇട്ട് കുടിക്കാൻ വിചാരിച്ചതാ. പത മാത്രമേ കിട്ടിയുള്ളൂ, ചായ കിട്ടിയില്ല. എന്ത് പോവാ? സൺഫ്ലവറാ ഗൈസ്. ഒരു പൂ പൊട്ടിക്കാൻ പോയതാണ്. അവിടെ വളർത്ത ചെടി മൊത്തം പറിച്ചിട്ടാണ്. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. അതിന് നല്ല സ്ഥലല്ലേ? ഞാൻ വീഴാൻ പോയതാ. ഗൈസ്, നമ്മൾ ബാക്കിലേക്ക് നടക്കരുതെന്ന് മനസ്സിലായില്ലേ? ഗൈസ്, നമ്മളപ്പോൾ വീട്ടിലെത്തി. നമുക്ക് ഇനി അച്ചാച്ചൻ്റെ റിയാക്ഷൻ നോക്കാം. ഇവരെ കണ്ടിട്ടുള്ളത് അച്ചാച്ചനെ അറിയില്ല ഇവർ വരും എന്നുള്ളത്. കണ്ടില്ലേ ഗൈസ്, എൻ്റെ അച്ചാച്ചൻ കിടന്ന് ഉറങ്ങാണ്. എൻ്റെ സുന്ദര അച്ചാച്ചൻ. ഗൈസ്, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് നാട്ടിലേക്ക്. ഓ, ബാംഗ്ലൂർ എന്നല്ല വന്ന്, ഓസ്ട്രേലിയ എന്നല്ലല്ലോ. എന്റെ അച്ചാച്ചനാണോ ഇത്? അച്ചോ, എന്തേ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അയ്യോ, മനസ്സിലായോ എന്നെ? ആരാ? One, two, three, start. ഗൈസ്, നമ്മുടെ അച്ഛന്മാരൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. 1, 2, 3, സ്റ്റാർട്ട്. ഗൈസ്, നമ്മുടെ അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് അവരെ കാണാൻ. ഞാൻ കുറച്ച് നാളായി അവരെ കണ്ടിട്ട്. ഗൈസ്, അച്ഛനൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് പെട്ടി തുറക്കാൻ നിൽക്കില്ല, അതേപോലെയാണ് ഗൈസ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതെന്താ മറ്റേ വാട്സ് ഇൻ മൈ ബാഗ് ആണോ കാണിക്കണേ? എനിക്കാണോ ഇത്? ഗൈസ്, ഡ്രസ് ഗൈസ്. ഇതെന്താ? പെർഫ്യൂം ഗൈസ്, ഷാംപൂ. ഹായ്, സൂപ്പ് ഗൈസ്. മറ്റേ സൂപ്പ് വെച്ചിട്ട് എനിക്ക് ശ്രദ്ധിച്ചു. റസ്ക് ആണ് എനിക്ക്. റസ്ക് ഗൈസ്, ഇത് അവിടുത്തെ സ്പെഷ്യൽ റസ്ക് ആണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ലേസ്. ഇതെന്താ? വേഫർ. എനിക്ക് വയ്യ. ഓഫ്, എനിക്ക് വയ്യ.
ഇതാണ് നിന്റെ സ്പെഷ്യൽ. ഗൈസ് ഞാൻ പറഞ്ഞ് കൊണ്ടിരിപ്പിച്ചതാണ്. കാരണം എനിക്ക് പേടാന്ന് വെച്ചാൽ എന്നെ നല്ല ഇഷ്ടമാണ്. പേടയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഗൈസ് അടുത്തതും ഉണ്ട് ഗൈസ്. ക്രീം ബൺ ഗൈസ്. ഒരു ബേക്കറി കടയ്ക്ക് നോക്കുന്ന പോലെ ഉണ്ട്. കുപ്പിവള കളക്ഷൻ ആണ് ഗൈസ് ഇവിടെ. ശ്രയിച്ചു എനിക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. കാണിക്കേ ഡ്രസ്സ് കാണിക്കേ. ആ ഈ സെയിം വെള്ളം എനിക്കുണ്ട്. ആ ഷോളും ഉണ്ട്. ആ ഇതിന്റെ മൾട്ടി കളർ ഷോൾ ഉണ്ട് എനിക്ക്. നമ്മളപ്പോ ഫുഡ് കഴിക്കാനിരുന്നു. വെള്ളയപ്പം ആൻഡ് മുട്ടക്കറി. എന്റെ ചേച്ചി എനിക്ക് വിളമ്പി തരുന്നു. ഇവിടുത്തെ ജാനിക്കുട്ടിയാണ്. കാരണം എപ്പ ഇവിടെ വന്ന ഇടയ്ക്ക് വരുള്ളൂ. വന്നാലും ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണം എന്റെ ചന്ദന. ഇവിടുത്തെ ജാനിക്കുട്ടി. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ചു. നീ നല്ല സൂപ്പർ ഡ്രസ് ഒക്കെ ഇട്ടൊക്കെ. ഞങ്ങള് നല്ല ഇവര് രണ്ടാളും കണ്ട കുളിക്കാത്ത പോലെ ഉണ്ട്. പക്ഷെ ഞാനാണ് ശരിക്കും വൃത്തിക്ക് കുളിച്ചത്. ഗൈസ് ഇവര് രണ്ടുപേരും ഒന്ന് ത്രെഡ് ചെയ്യാനും സ്പാ ചെയ്യാനൊക്കെ ഒന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവര് വരും. ഇവരെന്നെ ഒറ്റയ്ക്കാക്കി പോവാണ് ഗൈസ്. പോയി പഠിക്കാം. എക്സാം അല്ലേ? ഇവിടെ പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്ത്. ഗൈസ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഈ ചേച്ചി കല്യാണം കഴിയണ വരെ ഭയങ്കര എന്റെ ഒപ്പമുള്ള വൈബായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ തള്ള വൈബ് അടിച്ച് എന്നെ എപ്പോഴും ഉപദേശിക്കാണ്. എന്നെ എപ്പോഴും ഉപദേശിക്കാണ് ഗൈസ്. അതെന്താ അറിയോ? ഒരു ചേച്ചിയുടെ കടമയാണ്. ഓ കമട പോടന്ന് കടമ പോയിട്ട് പഠിക്കേ. ചെല്ലേ എനിക്കൊരു പഠിക്കാൻ ഒരാളെ കിട്ടണ്ടേ? അവിടത്തെ ഭരണം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്ന്. ഹരിയേട്ടൻ പാവം. ഞാൻ അവിടെ പഠിക്കുന്ന എന്റെ ഭർത്താവിനെ പഠിക്കുന്നത്. ഷോ അത് ഞാൻ ഇവിടെ വന്നതിന്റെ വേഗമായോട്ടാ. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ടാണ് പോണത് എന്താണെന്നറിയോ? ഇപ്പൊ ത്രെഡ് ചെയ്യാനും സ്പാ ചെയ്യാനും. ഇപ്പൊ ഗിവ് ഗിവ് ഞാൻ എന്തിട്ട് ഗിവ് നടത്ത് അച്ചാച്ചനെയാ. എന്റെ ഗിവ് കൊടുക്കാനുള്ളതല്ല എന്റെ അച്ചാച്ചൻ, എന്റെ സുന്ദരൻ. അപ്പൊ അവരൊക്കെ വന്നു. നമുക്കിനി ഫുഡ് കഴിക്കാം. പൊതിച്ചോറാണ് ഗായ്സ്. പൊതിച്ചോറ്. അച്ചാറ്, മുതിര, പരിപ്പ്, ചമ്മന്തി, മുട്ട. എന്താണ് തോന്നുന്നത് ശ്രേയച്ചി? സന്തോഷം. ഞാൻ ഭയങ്കര കഴിക്കട്ടെ. അതാണ് ഇത് കാണുമ്പോ തോന്നുന്നത്. ഇറച്ചിയുടെ ആവശ്യമില്ല ഇതിന്. ഇത് മതി. വെജ് അപ്പടെ വേണ്ട. ഇറച്ചിയുടെ ആവശ്യമില്ലല്ലോ. ശരി കേട്ടോ. ശരി എന്നാ ഇറച്ചിയുടെ ആവശ്യമില്ലെന്ന് അങ്ങനെയല്ല. ഒരു കഷ്ടം കഴിക്കാല്ലേ? എന്തിമേജ് അമ്മ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. ആരോ കൈപ്പറ്റില്ല. ചേച്ചി എന്താ തോന്നുന്നത്? തിന്നാൻ തോന്നുന്നുണ്ട്. നിന്നെ ശ്രമിച്ചു ചോറ്. വേണ്ട. അപ്പൊ ഞാൻ വ്ളോഗ് കൂടെ എൻഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറെ വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ യാ ബൈ.